കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇസ്കോൺ ഗുരുവായൂരിൽ ഇന്നൊരു ഖത്തറിൽ നിന്ന് വന്ന ഒരു ഭക്തയുടെ അനുഭവം നാരായണീയം വായിച്ച് അതിൽ നിന്ന് ആ മാതാജിയുടെ അസുഖങ്ങൾ ഭേദമാകുകയും അതിൽ നിന്ന് നാരായണീയത്തോടുള്ള വായന ഇന്ന് സമർപ്പിക്കുകയും ചെയ്ത ദിവസമാണ്. അപ്പോൾ ആ നാരായണീയത്തിൽ നിന്നുള്ള ആ അനുഭവം വായിച്ച് അതിനുള്ള അനുഭവം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മാതാജിക്ക് സംഭവിച്ചതെന്നും ഭഗവാന്റെ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എങ്ങനെ ഉണ്ടായെന്നും ഉള്ള ഒരു ചെറിയ വിശദീകരണം മാതാജി പറഞ്ഞാൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനിവിടെ കുട്ടിക്കാലം മുതൽക്കേ ഗുരുവായൂർ വരുന്നുണ്ട്. ഭഗവാന്റെ ഒരു എളിയ ആശ്രിതയാണ്, ഭക്തയാണ്. അപ്പം ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമുണ്ട്. എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഭഗവാൻ മാറ്റിത്തന്ന ഒരു നിമിഷം പറയുകയാണെങ്കിൽ, എനിക്ക് രണ്ട് ഓവറിയിലും വലിയ സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓപ്പറേഷന് വിധേയമായി. ഓപ്പറേഷൻ ചെയ്ത് സിസ്റ്റ് രണ്ടും നീക്കം ചെയ്തു. പക്ഷെ ഓവറി അവിടെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് വീണ്ടും വരാൻ ചാൻസസ് ഉണ്ട്, അപ്പോൾ ബെറ്റർ ഓവറി റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അത് നിന്നോട്ടെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭഗവാന്റെ നാരായണീയം പഠിക്കാനുള്ള ഒരു ചാൻസ് ഭഗവാനായിട്ട് തന്നെ കൊണ്ടുവന്നു തന്നു. അങ്ങനെ ഞാനത് പാലക്കാടുള്ള പൂതന്നൂർ നാരായണീ ആശ്രമത്തിൽ ഞാനത് പഠിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പോലെ സിസ്റ്റ് ഒരു 6 ഇഞ്ച് വലുപ്പത്തിൽ ലെഫ്റ്റ് ഓവറിയിൽ വീണ്ടും സിസ്റ്റ് ഡിറ്റക്ട് ചെയ്തു. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഒരുപാട് വന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒരു 6 ഇഞ്ച് വലുപ്പത്തിൽ വന്നിട്ടുണ്ട്, വീണ്ടും റിമൂവ് ചെയ്യേണ്ടി വരും, വീണ്ടും ഓപ്പറേഷന് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ അമ്മയില്ല, അമ്മ മരിച്ചു പോയി, അച്ഛൻ ഒറ്റയ്ക്കാണ്, ആരും കൂടെ നിൽക്കാനും ഇല്ല, എല്ലാവരും വയസ്സായ ആളുകൾ. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു ഇതിൽ ഭഗവാനെ വിളിച്ചു. പിന്നെ അവരെന്തൊക്കെയോ മരുന്നുകളൊക്കെ തന്നു, ഇതൊക്കെ ചുങ്ങാനും അങ്ങനെ എന്തൊക്കെയോ ഉള്ള മരുന്നുകളൊക്കെ തന്നു. പക്ഷെ അത് കഴിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഗോത്രൂ ചെയ്യുക, ശാരീരികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ, ഒന്നും ചെയ്യാൻ പറ്റണില്ല. അവസാനം ഞാൻ ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിച്ചു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് സിസ്റ്റ് ഒന്ന് മാറ്റി തരണേ, ഞാൻ ഈ മരുന്നുകളൊക്കെ നിർത്തുകയാണ്, എനിക്കിതൊന്നും പറ്റുന്നില്ല. ഭഗവാന്റെ അമൂല്യമായിട്ടുള്ള നാരായണീയം ഞാൻ വായിച്ചോളാം, വായിച്ച് 2 ദശകം ദിവസവും വായിക്കാം, എന്നിട്ട് കേശാദിപാദം വായിക്കാം, എന്നിട്ട് ഇതൊന്നും മാറ്റി തരണേ ഭഗവാനെ, എനിക്ക് വേറൊരു ആശ്രയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭഗവാന്റെ കാൽക്കൽ വീണു. അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി. ഭഗവാനോട് പറഞ്ഞ പോലെ തന്നെ 2 ദശകം വായിക്കും, കേശാദിപാദം വായിക്കും. അങ്ങനെ അതൊരു മുടക്കവും വരാണ്ട് ഹരേ കൃഷ്ണ മന്ത്രം ചെല്ലാറുണ്ട്. അങ്ങനെ ഒരു മുടക്കും വരാണ്ട് ഞാനിത് വായിച്ച് ഒരു 94-ാമത്തെ ദശകം വരെ എത്തി വായിച്ചിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് അടുത്ത സ്കാനിങ്ങിന് ഞാൻ പോയി. അപ്പോൾ ഞാൻ വിദേശത്താണ്, ദോഹയിലാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും 2 ദിവസം പിടിക്കും റിസൾട്ടൊക്കെ കിട്ടാനേ. അപ്പോൾ അങ്ങനെ പോയി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും റിസൾട്ട്. അപ്പോഴത്തേക്ക് എൻ്റെ 100 ദശകം ചൊല്ലി കഴിഞ്ഞു. ഞാൻ പിന്നെ അവിടെ പോയി റിസൾട്ട് മേടിച്ചു. അത് CD അവർ തന്നു. ഞാൻ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടർ ഇത് CD പഴയതും പുതിയതും ഒക്കെ ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരുന്നു. എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിഷ എന്താ സംഭവിച്ചിരിക്കണമെന്നറിയില്ല, ഒരു ഭയങ്കര മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓവറിയിൽ ഇപ്പോൾ ആ സിസ്റ്റ് അവിടെ കാണുന്നില്ല. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന സിസ്റ്റ് ഈ മാസം ആയപ്പോഴത്തേക്ക് പോയിരിക്കണു. ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയില്ല, എനിക്കതിവിടെ തീരെ കാണാനേ ഇല്ല. അത് മാത്രമല്ല, നിങ്ങളുടെ ഓവറിക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ പഴയ സ്ഥാനത്തേക്ക് വന്നു, എല്ലാം പഴയ പോലെ ആയിരിക്കണു, എല്ലാം വളരെ നോർമലായിരിക്കണു. ഞാൻ അവിടെ ഇരുന്ന് ഡോക്ടറുടെ മുമ്പിൽ കരഞ്ഞിട്ട് എന്താ പറയുക, ഭഗവാന്റെ ഒരു കാരുണ്യം അത്രയ്ക്കും ഇങ്ങോട്ട് ഭഗവാൻ എനിക്ക് തന്നില്ലേ എന്നുള്ള ഒരു സന്തോഷത്തിൽ ഞാൻ കരഞ്ഞിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഡോക്ടർക്ക് അറിയുമോയെന്നറിയില്ല ഇങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല, പക്ഷേ സംതിങ് മിറക്കിൾ ഇസ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ് എന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു ഭയങ്കര വലിയൊരു ഇത് എനിക്ക് ഭഗവാൻ ഇതാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം എനിക്ക് പിന്നെ ഇവിടെ ഇസ്കോണിൻ്റെ ഇതിൽ എന്നെ ഭഗവാൻ തന്നെയാണ് കേട്ടോ വിളിച്ച് അതിലേക്ക് കൊണ്ടുപോയതും. ഇപ്പോൾ ഡെയിലി ഞാൻ ചാൻറ്റിങ് ചെയ്യാറുണ്ട്, ഹരേ കൃഷ്ണ കഴിയണത്രയും റൗണ്ട് ഞാൻ ചാൻറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ വളരെ നല്ല സന്തോഷവും ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത്രയും സന്തോഷത്തിലാണ് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച്. പിന്നെ ഭഗവാന്റെ ആടിയ എണ്ണ അത് ഭയങ്കര ഇതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുമുണ്ട്. ഇടയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഞാൻ ഗുരുവായൂർ വന്നിട്ട് ഞാനത് ഷീട്ടാക്കി മേടിച്ചിട്ടുണ്ട്. അത് കഴിച്ചാൽ തന്നെ മതി, ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ ഭജന ഇരിക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ 5 ദിവസത്തേക്ക്. ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അത് കഴിഞ്ഞ് ഇന്ന് നാരായണീയ ദിനമായി. അതൊക്കെ ഒരു നിമിത്തം പോലെ വന്നാൽ, ഞാൻ ഡേറ്റ് നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ഇന്ന് എൻ്റെ കഴിയണ ദിവസമാണ്, അന്ന് നാരായണീയ ദിനമാണ്. അപ്പം ഞാൻ നാരായണീയം ചൊല്ലി സമർപ്പിച്ചു. ഭജന ഇതിനു മുമ്പും ഞാൻ ഇരുന്നിട്ടുണ്ട് 10 ദിവസം. അതൊരു വല്ലാത്ത അനുഭവമാണ് ഭഗവാന്റെ അടുത്ത് ഭജന ഇരിക്കുക എന്ന് പറയണത്. കുറെ ഇന്നിപ്പോൾ രാത്രി കൃഷ്ണനാട്ടും അതും ഞാൻ ബാണയുദ്ധം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ന് തന്നെ ദിവസം കിട്ടണം എന്നൊന്നും ഇല്ലല്ലോ. ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അത് ഇന്നത്തെ ദിവസം കിട്ടുകയാണെങ്കിൽ സന്തോഷമായി, എന്നാൽ പിന്നെ അതും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാലോ. എന്തോ ഭാഗ്യം ഡേറ്റ് വന്നപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ബാണയുദ്ധം. അങ്ങനെ അതിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഭഗവാന്റെ അടുത്തേക്ക്. ഹരേ കൃഷ്ണ.